ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. എന്തായാലും ഇന്ന് ഒരു തോർച്ചയൊക്കെ ഉണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു. അതെ. തോർച്ചയൊക്കെ കണ്ടപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ്. ആണ്. വ്യത്യസ്തമായ ഒരു വെണ്ടയ്ക്ക ഫ്രൈ. വ്യത്യസ്തമായിട്ടാണ്. നല്ല രസമാണ്. 4 മണിക്ക് ചായ കുടിക്കുന്നതിന് കൂടെ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ സാധനം. ചോറിനൂടെ കഴിക്കാനും നല്ലതാണ്. അല്ല എല്ലാത്തിനും നല്ല സൂപ്പർ സാധനം. അപ്പം ഇന്നിപ്പോൾ ഈ വെയിലും വെട്ടമൊക്കെ നല്ല കാണുന്നുണ്ട് അല്ലേ? അതെ. നല്ല മേഘമൊക്കെ നല്ല തെളിഞ്ഞ് വെയിലൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര മഴയിലല്ലായിരുന്നു. ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞൊന്ന് പിടിച്ചതാ. ഓക്കെ. അപ്പം നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങൾ വെണ്ടയ്ക്ക. നമ്മൾ വെണ്ടയ്ക്ക നല്ല ഉപ്പ് വെള്ളത്തിലും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് നേരം മുക്കി വെച്ച് എന്നിട്ടത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇപ്പോൾ ഈ വെണ്ടയ്ക്കയിലൊക്കെ വിഷാംശമൊക്കെ ഉള്ളതല്ലേ പച്ചക്കറികളിലൊക്കെ, അതുകൊണ്ട് മഞ്ഞപ്പൊടിയിലും ഉപ്പിലൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് നല്ല ഇത് വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ അത് അതിൻ്റെ കനം പറയണ്ടേ? ഒരു 1/4 ഇഞ്ച് കനം വരും. അതെ, ഒരേ ഇതിൽ കട്ട് ചെയ്യണം അത്. അപ്പോൾ അതിന് വേണ്ടുന്ന മറ്റുള്ള സാധനങ്ങൾ: കടലമാവ് 3 സ്പൂണ്, അരിപ്പൊടി 3 സ്പൂണ്, റവ 1.5 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, പിന്നെ കരിവേപ്പില വറുത്തിടാൻ ആവശ്യത്തിന്, പിന്നെ നാരങ്ങ നീര് എടുക്കാനായിട്ട് ഒരു മുറി നാരങ്ങ, പിന്നെ ഉപ്പ്, പിന്നെ പെരിഞ്ജീരകം 1 സ്പൂണ്. പാകത്തിന് ഉപ്പ് ഇടും. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. അപ്പം നീ ഇത് ഡൈല്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പം ഇനി കിടക്കാം. അപ്പം നമുക്ക് ഈ പൊടി ഐറ്റംസ് വെണ്ടയ്ക്കയിലേക്ക് ഇടാം. കടലപ്പൊടി 3 സ്പൂണ്, റവ, പിന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 1.5 സ്പൂണ്, അരിപ്പൊടി 3 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, പെരിഞ്ജീരകം എല്ലാം കൂടി ഇടാം. എന്നിട്ട് ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കണം. ഒരു മുറി നാരങ്ങ നീര് കംപ്ലീറ്റ് നമുക്ക് അങ്ങ് പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുഴച്ചെടുക്കണം അല്ലയോ? ഉപ്പ്. അപ്പം അത് നമുക്ക് മിക്സ് ചെയ്യാം. ഇച്ചിരി വെള്ളം കൂടെ തെളിച്ചു കൊടുക്കണം. നല്ലപോലെ കുഴച്ചിട്ടില്ലേ? ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അല്ലയോ? അപ്പം ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ഉപ്പൊക്കെ പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പം നമുക്ക് പാൻ വെച്ച് തീ കത്തിക്കാം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറക്കാൻ നേരത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടണം. എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പം എണ്ണ ഒഴിച്ചു. എന്നിട്ട് എണ്ണ ചൂടാവട്ടെ. അപ്പം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് വെണ്ടയ്ക്ക കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കും. കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അത് ഇടുമ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കണം ഇല്ലയോ? ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മൂക്കാൻ നേരത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. ഓക്കെ. മൂത്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നാലേ നല്ലതുപോലെ മൂക്കൂല, അല്ലെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞു പോകും ഹൈ ഫ്ലെയിമിലിട്ടാൽ. അതെ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ബബിൾസ് അടങ്ങുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ക്രിസ്പിയാവുമ്പോൾ കുറച്ചും കൂടെ മുക്കാനുണ്ട്. എന്നാലും നല്ലൊരു കാലാവസ്ഥ. നല്ല കാലാവസ്ഥയൊക്കെയാണ്. ഈ വെണ്ടയ്ക്ക ഫ്രൈ നമുക്ക്
4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. ഉപ്പേരിയായിട്ട് സൂപ്പറാ അല്ലയോ? നല്ല സൂപ്പറാണ്. ഇതിലൂടെ ഇച്ചിരി മോരുകറിയും കൂടെ ഒക്കെ വേണം ഇല്ലയോ? ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുക. ഫ്രൈ ആകുമ്പോൾ ഈ പതയങ്ങ് അടങ്ങും ഇല്ലയോ? അപ്പോൾ ഏകദേശം ഒക്കെ ആയി വരുന്നുണ്ട്. നല്ല കിളികിലാതിരിക്കും ഇല്ലയോ? നല്ല നിറമൊക്കെ ഉണ്ട്. ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അടങ്ങി വരുന്നു. കോരിയെടുക്കാം അല്ലയോ? കിളികിലാന്നായിട്ടുണ്ട്. കിളികിലാന്നായി. ആ എണ്ണ നല്ലപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കിയുള്ളത് കൂടെ ഉണ്ട്. നമുക്ക് ഇത് ആദ്യം ഇത് നോക്കാമോ? നോക്കി ഇത് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി ബാക്കിയും കൂടെ കുറച്ച് ഇട്ടു. ഫ്രൈ ചെയ്തെടുക്കാം. 2 ട്രിപ്പിനേ ഉള്ളൂ തോന്നുന്നല്ലേ? കുറച്ച് ഇട്ട് നല്ല ഇച്ചിരി നേരം വേണം ഇല്ലയോ ഫ്രൈ ചെയ്തെടുക്കാൻ? ഒരു 10 മിനിറ്റോളം ആവും ഫ്രൈ ചെയ്യാൻ. ഫ്രൈ ചെയ്തെടുക്കാൻ ഏകദേശം. അപ്പോൾ രണ്ടാമത്തെ ആയില്ലേ? അപ്പം നമ്മൾ രണ്ടാമത്തെ ഫ്രൈ ശരിയായി. നമുക്ക് പൊരിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തിടണം ഇല്ലയോ? ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ലോ ആക്കിക്കൊണ്ട് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിടാം. അതിൻ്റെ പേര് ഗാർണിഷ് ചെയ്യും. കറിവേപ്പില നല്ലപോലെ കിട്ടുന്നുണ്ട്. മൂത്ത് കഴിഞ്ഞ് അപ്പം നമുക്ക് ഈ കറിവേപ്പില മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മുടെ ഫ്രൈയുടെ കൂടെ ഇടാം. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പറാ അല്ലയോ? നല്ല ക്രിപ്സി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? അപ്പം എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഭവമായി നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. ഓക്കെ.